പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. ഈ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു നല്ല വീടിൻ്റെ സ്റ്റിൽസാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് മെല്ലെ കടക്കുകയാണ്. വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ, മെയിൻ റോഡ് ടാർ റോഡിൻ്റെ നേരെ മുന്നിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല മനോഹരമായൊരു വീടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് 2300 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. 2300 സ്ക്വയർ ഫീറ്റ്, നല്ല മിറ്റവും നല്ല ആവശ്യത്തിനുള്ള അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ള ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളും ഇപ്പം നമ്മളിപ്പോൾ ഒക്കെ തന്നെ കാണുന്നുണ്ട്. ആ മുരിങ്ങ നിറച്ചും കാഴ്ച കിടക്കുന്നതും തെങ്ങ് അങ്ങനെ അത്യാവശ്യം പ്ലാവ് അങ്ങനെ ചക്കയൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട്. ഇത് നേരെ ടാർ റോഡിൽ നിന്ന് സ്മൂത്തായിട്ട് ഇതാണ്, ഇത്ര അടുത്ത് ടാർ റോഡാണ്. അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വളരെയധികം എല്ലാവിധ സൗകര്യത്തോടും സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ എല്ലാ സൗകര്യത്തോടും കൂടി നല്ലൊരു റോഡ് ആക്സസോട് കൂടി ഒരു 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 30 സെൻറ്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ കാണുന്ന ഭംഗിയുള്ള വീട് ഏകദേശം ഒരു 6 വർഷമായിട്ടുള്ളൂ. നമ്മളുണ്ടല്ലോ വിശാലമായ മിറ്റുണ്ട്. അപ്പോൾ നമ്മൾ മിറ്റൊക്കെ ഒന്ന് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരു കോമ്പൗണ്ട് വാളൊക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഒന്നും കൂടെ നല്ലൊരു ഹൈപ്പിലേക്ക്, നല്ലൊരു ഭംഗിയിലേക്ക് വരും വീട്. അപ്പോൾ മുറ്റത്ത് തന്നെ നല്ലൊരു പ്ലാവ് നിറച്ചും ചക്കയൊക്കെ ആയിട്ട് കാഴ്ച കിടക്കുന്നുണ്ട്. ഈ ഒരു നല്ലൊരു വീട്, നല്ല ലുക്കുള്ളൊരു വീട്, നല്ലൊരു തല ഉയർത്തി നിൽക്കുന്ന നല്ല പ്രൗഢിയുള്ളൊരു വീട്. അപ്പം 2300 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഈ 30 സെൻറ്റിലുള്ള ഈ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കിണറിതാ ഏറ്റവും വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു എനർജി സോഴ്സായ കിണർ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മുറ്റത്ത് തന്നെ നമുക്ക് കിണറുണ്ട്. അപ്പോൾ വെള്ളത്തിന് കിണറുണ്ട്. മുന്നിൽ ടാർ റോഡുണ്ട്. ഇഷ്ടംപോലെ മിറ്റുണ്ട്. 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമാണ് ഈ വീട്. ഈ വീട്ടിൽ 4 ബെഡ്റൂമാണ്, 4ഉം അറ്റാച്ച്ഡാണ്. അപ്പോൾ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ വീടിൻ്റെ ബാക്കിയുണ്ട്. കുറച്ച് ഒരു 3 ബാത്റൂമിൻ്റെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. അങ്ങനെ കുറച്ച് സൈഡിലൊക്കെ കുറച്ച് വർക്കായിട്ട് ചെറിയൊരു പെർസെൻറ്റേജ്, ഒരു 5% വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ആ വീടിൻ്റെ ബാക്കി ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊക്കെ മെല്ലെ ഒന്ന് പോവാം. നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കിയ നിലയൊക്കെയാണ്. ഫുൾ മരത്തിലുള്ള വർക്കുകളാണ്. നല്ല മരത്തിൻ്റെ ജനലുകളും വാതിലുകളും നമ്മൾ കണ്ടല്ലോ, വാതിൽക്കട്ടിലേക്ക് മരത്തിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ലിവിങ് ഹാള്. അവിടെ ഇരുന്ന് നമുക്ക് പത്രം വായിക്കാനും കാര്യങ്ങൾക്കും സംസാരിക്കാനൊക്കെ ഉള്ള നല്ലൊരു സ്പേസ്. ഇതാ നല്ല 2 സോഫ സെറ്റൊക്കെ ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ നേരെ അവിടെ ഒരു നല്ലൊരു പ്രൈവസി കൊടുത്തുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് അവിടെ ഏരിയ, സ്റ്റെയർ മുകളിലത്തെ സെക്കൻഡ് സ്റ്റോറിയിലെ അടുത്ത നിലയിലേക്ക് പോകാനുള്ള, നമുക്ക് മുകൾ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയറൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ലാൻഡിങ് കൊടുത്തിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസും നല്ല ഹൈറ്റും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ഓപ്പണായിട്ട് കിടക്കുകയാണെങ്കിൽ ലിവിങ് ഹാളിൽ അവിടെ നമുക്ക് ആ ഭാഗത്തിന് വേണ്ടിയുള്ള അവിടുത്തെ പ്രൈവസി അവിടെ ഉണ്ട്. ഇത് നമ്മൾ ആ ഒരു ഏരിയ TV ഒക്കെ വെച്ച് ഒരു ലിവിങ് ഏരിയ തന്നെ, ലിവിങ് വിത്ത് ഡൈനിങ് ഏരിയ ആണ്. ഇത് താഴത്തെ നിലയിലെ ബെഡ്റൂം നല്ല മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലുപ്പമുണ്ട്. 2 കട്ടിലയും അലമാരകളും പിന്നെ സ്റ്റഡി ടേബിളും ഒക്കെ ഇട്ടാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്, സ്പേസും ഉണ്ട്. ജനലൊക്കെ നല്ല സ്പേസിങ് ആണ് കൊടുത്തത്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ കണ്ടല്ലോ 2 കട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. ബാക്കി സൗകര്യങ്ങൾ നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്, സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബെഡ്റൂം, ഈ വീട്ടിലത്തെ ഫസ്റ്റ് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു. ആ ഹാളിൻ്റെ ഭംഗി ഒന്നും കൂടെ നമ്മൾ കണ്ടു. നല്ല വെൻറ്റിലേഷൻ ഉണ്ട്. എല്ലാ റൂമിലേക്കും ജനലുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിത് അതിൻ്റെ ഇവിടെ ഒരു വാഷ് ബേസിനെ കൊടുത്തിട്ട് ഡൈനിങ് ഏരിയയിൽ അതിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല സ്പേഷ്യസ് ആണ് ഇതും. എല്ലാ റൂമിലും നല്ല ജനലുകളും വെൻറ്റിലേഷനും നല്ല എയർ സർക്കുലേഷനും നല്ല ലൈറ്റിങ്ങിനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അതൊരു പ്രത്യേകതയാണ്. എല്ലാ ഭാഗത്തുനിന്നും റൂമുകളിലേക്ക്, ബെഡ്റൂമിലേക്ക് നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ആണ് താഴത്തെ നിലയിൽ ഈ വീട്ടിലുള്ളത്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ എല്ലാം സ്പേഷ്യസ് ആണ്, നല്ല വലുപ്പമുണ്ട്. ഇനി മുകളിലത്തെ നിലയിലും ഇതേപോലെ മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകളുണ്ട്. മൊത്തം 4 ബെഡ്റൂമുകളുണ്ട്. 4ഉം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ്. ആ ചാനലൊന്ന് നിങ്ങൾ തിരക്കിനിടയിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഇതാണ്. നമ്മുടെ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായ കിച്ചൺ ഏരിയ ആണ്. നല്ല വലിയ കിച്ചണാണ്. സെക്കൻഡ് കിച്ചൺ ഉണ്ട്. പുകയില്ലാത്ത അടുപ്പിന് അവിടെ പ്രത്യേക ഏരിയ ഉണ്ട്. നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. സ്റ്റെയറൊക്കെ ഉണ്ടല്ലോ, നല്ല ഗ്രാനൈറ്റ് വർക്ക് ചെയ്തിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ഈസി ആയിട്ട് കയറാം കേട്ടോ. സ്മൂത്തായിട്ട് കയറാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ. അപ്പോൾ മുകളിലത്തെ നിലയിലും ഈ പറഞ്ഞ പോലെ 2 ബെഡ്റൂമുണ്ട്, വിശാലമായൊരു ഹാളുണ്ട്, ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്, പുറത്തൊരു
വർക്ക് ഏരിയക്കുള്ള സൗകര്യങ്ങളുണ്ട്. കണ്ടില്ല, നല്ല സ്പേസും നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത് 80 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആവും. 80 ലക്ഷം രൂപയാണ് ഈ വീടിന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. ഓക്കെ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൂപ്പർ വീടാണ് ഇത്. അവിടുത്തെ സ്ഥലത്തിൻ്റെ വില തന്നെ ഏകദേശം 2 ലക്ഷം രൂപയുടെ മുകളിൽ, 2.5 ലക്ഷം രൂപയോളം അവിടെ പ്രസൻറ്റ് മാർക്കറ്റുള്ള ഏരിയ ആണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ വിലയാവുന്നുള്ളൂ ഈ വീട്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ വീടിനെക്കുറിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസിനും എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. 94 95 36 57 30. അപ്പോൾ ഇതിൽ ആദ്യം 1 കോടിയൊക്കെ വീടിന് ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് 80 പറയുന്നത്. 80 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് ആയിട്ട് പറയുന്നതെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്ലൈറ്റ്ലി 1 ലക്ഷം രൂപ അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെയുള്ള നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീഡിയോ മുഴുവനായി കാണുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.